ഹലോ, ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റാനിക്കിനെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ? ഒരു വലിയ ദുരന്തത്തിന്റെ പര്യായമാണ് ആ പേര്. എന്നാൽ ഇന്ന് കേവലം ഒരു കപ്പൽ മുങ്ങിയെന്നതിനപ്പുറം അന്ന് രാത്രി ആ കപ്പലിൽ നിന്ന് പുറത്തുവന്ന ഹൃദയഭേദകമായ അവസാന സന്ദേശങ്ങളിലൂടെ ആ ദുരന്തത്തെ നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ? അതെ, ആ ഭയാനകമായ രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും സുരക്ഷിതമായ കപ്പൽ. നമുക്ക് 1912 ഏപ്രിൽ 14 നിന്ന് തന്നെ തുടങ്ങാം. അന്ന് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കപ്പലെന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അതിഗംഭീരമായി യാത്ര ചെയ്യുകയായിരുന്നു. സാങ്കേതികവിദ്യയുടെ അന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം, ഒരിക്കലും തകരില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു കൂറ്റൻ കപ്പലും അതിലെ ആയിരക്കണക്കിന് യാത്രക്കാരും. വളരെ ശാന്തവും മനോഹരവുമായ ഒരു തുടക്കമായിരുന്നു അത്. കാറ്റില്ല, അതുപോലെ തന്നെ തിരമാലകളുമില്ല. ആ രാത്രിയിലെ വഞ്ചനാത്മകമായ ശാന്തതയായിരുന്നു യഥാർത്ഥ വില്ലൻ. കടൽ അസാധാരണമാം വിധം ശാന്തമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ അതിയായ ശാന്തതയാണ് ആ വലിയ മഞ്ഞുമലയെ ഇരുട്ടിൽ മറച്ചുപിടിച്ചത്. സാധാരണഗതിയിൽ തിരമാലകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മഞ്ഞുമലയിൽ തട്ടിത്തെറിക്കുന്നത് ദൂരെ നിന്ന് തന്നെ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പ്രകൃതിയുടെ ആ നിശബ്ദത ഇത്രയും വലിയൊരു അപകടത്തിന്റെ മുന്നൊരുക്കമായിരുന്നു എന്ന് പാവം അവർ അറിഞ്ഞിരുന്നില്ല. രാത്രി 11:40, മഞ്ഞുമല. സമയം രാത്രി 11:40 ആയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ശാന്തത പെട്ടെന്നങ്ങ് തകർന്നു. കപ്പലിന്റെ മുൻഭാഗത്ത് കാവൽ നിന്നിരുന്നവർ ദൂരെ ഒരു ഇരുണ്ട രൂപം കണ്ടു. അതെ, അവരുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു കൂറ്റൻ മഞ്ഞുമല. അക്ഷരാർത്ഥത്തിൽ വെറും ഒറ്റ നിമിഷം കൊണ്ടാണ് ആ കപ്പലിന്റെ വിധി അവിടെ കുറിക്കപ്പെട്ടത്. മഞ്ഞുമല തൊട്ടുമുന്നിൽ. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ നിമിഷത്തെ പരിഭ്രാന്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അലാറം മുഴങ്ങി ക്യാപ്റ്റനും സംഘവും കപ്പൽ തിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ വളരെ വൈകിപ്പോയിരുന്നു. മഞ്ഞുമല കപ്പലിന്റെ അടിഭാഗം അതിക്രൂരമായി കീറിമുറിച്ചു. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നോ? ഇതൊന്നും അറിയാതെ പല യാത്രക്കാരും അതിന് ചെറിയ തട്ടൽ മാത്രമാണെന്ന് കരുതി തങ്ങളുടെ മുറികളിൽ വിശ്രമിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അവർക്കാർക്കും ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. സിക്യൂഡിയിൽ നിന്ന് SOSലേക്ക് എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതെന്നറിയാമോ? കപ്പലിന്റെ കീറിപ്പോയ അടിഭാഗത്തുകൂടി വെള്ളം അതിവേഗം അകത്തേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് ഒട്ടും സമയം കളയാതെ വയർലെസ് റൂമിലേക്ക് ഓടിയെത്തി സഹായം അഭ്യർത്ഥിക്കാൻ നിർദ്ദേശം നൽകി. വയർലെസ് ഓപ്പറേറ്റർമാരായ ജാക്ക് ഫിലിപ്സിന്റെയും ഹറോൾഡ് ബ്രൈഡിന്റെയും നിസ്സഹായത ഒന്ന് ആലോചിച്ചു നോക്കൂ. തുടക്കത്തിൽ അവർ അയച്ചത് ആ കാലത്തെ കപ്പലുകൾ സാധാരണയായി ഉപയോഗിച്ചിരുന്ന CQD എന്ന എമർജൻസി സിഗ്നലായിരുന്നു. എന്നാൽ മറുപടി ലഭിക്കാതെ വന്നപ്പോൾ കൂടുതൽ കപ്പലുകളുടെ ശ്രദ്ധയാകർഷിക്കാൻ അവർ അന്ന് പുതുതായി വന്ന SOS എന്ന സിഗ്നലിലേക്ക് മാറി. ആ തണുത്ത ഇരുട്ടിലേക്ക് അവർ ജീവനു വേണ്ടി നിലവിളിക്കുകയായിരുന്നു എന്ന് ഈ മാറ്റം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവസാന സന്ദേശങ്ങൾ. സമയം കടന്നുപോകുന്തോറും കപ്പൽ കൂടുതലായി മുങ്ങിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് യാത്രക്കാരെ ശാന്തരാക്കാൻ ബാൻഡ് അവരുടെ സംഗീതം തുടരുകയാണ്. എന്നാൽ മറുവശത്തോ? സമീപത്തുണ്ടായിരുന്ന പല കപ്പലുകൾക്കും ഈ സന്ദേശങ്ങൾ വ്യക്തമായി കിട്ടിയില്ല. ചിലർ കണ്ടില്ലെന്ന് നടിച്ചു, മറ്റു ചിലർ ഇതൊരു തമാശയാണെന്ന് വരെ കരുതി. ആവശ്യത്തിന് ലൈഫ് ബോട്ടുകളില്ലാതെ ആയിരക്കണക്കിന് ആളുകളാണ് ആ കപ്പലിൽ കുടുങ്ങിക്കിടന്നത്. ഞങ്ങൾ വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, യാത്രക്കാരെ ബോട്ടുകളിലേക്ക് കയറ്റുന്നു. ഈ ഭയാനകമായ വാക്കുകൾ ആ ശൂന്യതയിൽ അലിഞ്ഞു ചേർന്നു. ഒരിക്കലും മുങ്ങില്ലെന്ന് ലോകം വിശ്വസിച്ച ആ കൂറ്റൻ കപ്പൽ പതുക്കെ താഴേക്ക് പോവുകയാണെന്ന് തിരിച്ചറിവ് ഈ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയെന്നും ഇനി കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള അവരുടെ ഉള്ളിലെ ഭയം ഈ വാക്കുകളിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. കഴിയുന്നതും വേഗം വരൂ. എഞ്ചിൻ റൂമിൽ ബോയിലറുകൾ വരെ വെള്ളം നിറയുന്നു. ഇതായിരുന്നു ടൈറ്റാനിക്കിൽ നിന്നുള്ള അവസാനത്തെ സന്ദേശം. ഏറ്റവും ഹൃദയഭേദകമായ വാക്കുകൾ അല്ലേ? ഇതിനുശേഷം ആ വയർലെസ് മെഷീനിൽ നിന്ന് വന്നത് കേവലം ഭയാനകമായ നിശബ്ദത മാത്രമായിരുന്നു. ആ വലിയ കപ്പൽ പൂർണ്ണമായും ഇരുട്ടിലേക്ക് മറയുന്നതിനു മുൻപുള്ള അവരുടെ അവസാനത്തെ പിടച്ചിലായിരുന്നു അത്. ഏപ്രിൽ 14 വളരെ ശാന്തമായ ആ വൈകുന്നേരത്തിൽ തുടങ്ങി പുലർച്ചെ 2:20 ടൈറ്റാനിക് പൂർണ്ണമായും സമുദ്രത്തിനടിയിലേക്ക് മറയുന്നതുവരെയുള്ള ആ സമയം ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. വെറുമൊരു സാധാരണ യാത്ര എങ്ങനെയാണ് വെറും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയതെന്ന് ഈ സമയക്രമം നമ്മെ കാണിച്ചു തരുന്നു. നിശബ്ദത, ഓർമ്മകൾ, മരവിപ്പിക്കുന്ന തണുപ്പുള്ള ആ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആരും കേൾക്കാതെ പോയ ആ സഹായാഭ്യർത്ഥനകളുടെ അനന്തരഫലങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെ വിലയുണ്ടായിരുന്നു. 1500. അന്ന് രാത്രി 1500-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ സംഖ്യ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കും. തീർച്ചയായും ഒരു ചെറിയ അശ്രദ്ധയും പ്രകൃതിയുടെ മാറ്റങ്ങളും എങ്ങനെയാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്ന് ഈ കണക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ വലിയ നഷ്ടത്തിന്റെ വ്യാപ്തി ശരിക്കും മനസ്സിലാക്കാൻ ഈ ഒറ്റ സംഖ്യ മതിയാകും.
ഈ അവസാന മോഴ്സ് കോഡ് സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇന്നും ആ അവസാന SOS സന്ദേശങ്ങൾ നമ്മളിൽ ഭയം ജനിപ്പിക്കുന്നത് അതൊരു ഇരുമ്പു കപ്പലിന്റെ ശബ്ദമായതുകൊണ്ടല്ല, മറിച്ച് മരണത്തെ തൊട്ടുമുന്നിൽ കണ്ട നിസ്സഹായരായ കുറച്ചു മനുഷ്യരുടെ അവസാനത്തെ പ്രതീക്ഷയുടെ ശബ്ദമായതുകൊണ്ടാണ്. ജീവിക്കാനുള്ള അവരുടെ അടങ്ങാത്ത ആഗ്രഹമാണ് ആ കോഡുകളിലൂടെ പുറത്തുവന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം രസകരവും ചിന്തിപ്പിക്കുന്നതുമായ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.